4 ദിവസം നീണ്ടുനിന്ന കരുമാടി ടാഗോർ കലാകേന്ദ്രത്തിന്റെ 46ാമത് വാർഷികവും പുതുവത്സരാഘോഷവും സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ എല്ലാ അമ്മമാരും സെറ്റ് സാരിയെല്ലാം ഉടുത്ത് ഈ ചടങ്ങിന്റെ ഭാഗമായി വന്നു ചേർന്നിട്ടുണ്ട്. ആ ഇരിക്കുന്ന ഓരോ അമ്മമാരും അവരുടെ ജീവിതകാലത്ത് എത്രയോ വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ ജീവിതം കരിപ്പിടിപ്പിക്കാൻ മണ്ണിൽ പണിയെടുത്തവരാണ്, അധ്വാനിക്കുന്നവരാണ്. അവരുടെ ചെറിയ പ്രായം തൊട്ട് ബാല്യകാലം തൊട്ടേയുള്ള ആ മുതിർന്ന ആളുകളുടെ ജീവിതം, ആ ജീവിത വഴികൾ എത്രമാത്രം പ്രയാസകരമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ കുഞ്ഞു തലമുറയോട് മുതിർന്നവർ കാര്യമായി പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളൊരു അനുഭവം നമുക്കുണ്ട്. നമ്മുടെ ഈ പ്രദേശം, പടകാല പ്രദേശം, അല്ലെങ്കിൽ ഇല്ലവറ വിഭാഗം, അല്ലെങ്കിൽ തകഴി, കുട്ടനാട്, അങ്ങനെ നമ്മുടെ ജില്ലയിലെ ഈ കാർഷിക ഭൂപ്രദേശം, അവിടുത്തെ സാധാരണ തൊഴിലാളി വിഭാഗത്തിലെ കുടുംബാംഗങ്ങൾ, അവരെല്ലാം കടന്നു വന്ന ജീവിതം എന്ന് പറയുന്നത് ഇല്ലായ്മയുടെയും പ്രയാസത്തിന്റെയും അടിച്ചമർത്തലിന്റെയും സാമൂഹ്യമായി പിന്തള്ളപ്പെട്ട് കടന്നതിന്റെയൊക്കെ ഒരു മഹാചരിത്രം ഓരോ കുടുംബത്തിൽ നോക്കിയാലും കാണാൻ കഴിയും. ഞാനിത് ഇങ്ങനെ പറയുന്നത്, ഇതുപോലെ ഒരു നാട്ടിലെ ഉത്സവമായി ഇന്ന് കൂടിച്ചേരുന്ന ഇടങ്ങൾ വളരെ കുറവാണ്. ഒരുപാട് പരിപാടികൾ സ്വാഭാവികമായിട്ടും ഇത്തരം പൊതു ഉത്തരവാദിത്വ ചുമതലയിൽ നിൽക്കുന്നവരാണെന്ന രീതിയിൽ ഒരുപാട് സ്ഥലത്ത് വിളിക്കും, ഒരുപാടിടത്ത് പോകാറുണ്ട്. പക്ഷെ ആകെ പോകുന്ന പരിപാടികൾ നമ്മൾ നോക്കിയാൽ ഒരു ഗ്രാമത്തിന്റെ ആകെ ആപാലവൃദ്ധ മനുഷ്യരുടെയും ഒരു ഉത്സവമായി, ഇവിടെ നിങ്ങൾ പേരിട്ട പോലെ ഒരു ഗ്രാമോത്സവമായി സംഘടിപ്പിക്കപ്പെടുന്ന എണ്ണം വളരെ വളരെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. കരുമാടി ടാഗോർ കലാകേന്ദ്രത്തിന്റെ 46ാമത് വാർഷികാഘോഷവും പുതുവത്സര പരിപാടികളും സമാപിച്ചു. സമാപന ദിവസം സാംസ്കാരിക ഘോഷയാത്ര നടന്നു. ആയിരങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. സമാപന സാംസ്കാരിക സമ്മേളനം സലാം MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് K. ഉദയഭാനു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ബിനു ഐസക് രാജു, 2023 മികച്ച നാടക നടനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ഗിരീഷ് രവി എന്നിവർ മുഖ്യാതിഥികളായി. പഞ്ചായത്ത് അംഗം റീന മതികുമാർ, ഡോക്ടർ PS ശ്രീലക്ഷ്മി, ടാഗോർ രക്ഷാധികാരി കരുമാടി മോഹനൻ, V. ഉത്തമൻ, അമ്പലപ്പുഴ ചമ്പക്കുളം രാധാകൃഷ്ണൻ, ഷാജി കരുമാടി എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു.